ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഭൂചലനം 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല എന്ന് ന്യൂയോർക്ക് മേയർ എറിക് ആദംസ് അറിയിച്ചു. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെയാണ് ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഭൂചലനം അനുഭവപ്പെട്ടത്. കെട്ടിടങ്ങൾ കുലുങ്ങിയതുമൂലവും വീടുകളൊക്കെ കുലുങ്ങിയതുമൂലവും ജനങ്ങൾ ഭയന്ന് പുറത്തു വരികയുണ്ടായി. 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ന്യൂജേഴ്സിയിലെ ലെബനൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ന്യൂയോർക്ക് നഗരത്തിൽ സ്ഥിതിഗതികളെല്ലാം ശാന്തമാണെന്ന് ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് പറയുകയുണ്ടായി. അവിടെയും 4.8 തീവ്രതയോടുകൂടിയുള്ള ഈ ഭൂചലനം രേഖപ്പെടുത്തുകയുണ്ടായെങ്കിലും എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് മേയർ പറയുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളിലുള്ള കുട്ടികളെല്ലാം സുരക്ഷിതരാണെന്നും അദ്ദേഹം പറയുന്നു. വിമാനത്താവളങ്ങളിൽ നിന്ന് ചില അടിയന്തര സന്ദേശങ്ങൾ പോയതിനെ തുടർന്ന് ചില വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങ് ഫിലാഡൽഫിയ മുതൽ ബോസ്റ്റൺ വരെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ഭൂചലനം അനുഭവപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുമാണ് നമുക്ക് ലഭിക്കുന്നത്. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.